11-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് ഭാരതത്തിലെ ഒരു പ്രധാന തുറമുഖമായി പ്രസിദ്ധിയാർജിച്ച കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ വിദേശ ക്രൈസ്തവ മിഷണറി സംഘം സുവിശേഷ പ്രഘോഷണത്തിനായി ജലമാർഗം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചൊവ്വര എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തുകയുണ്ടായി. പ്രസ്തുത സംഘത്തിന്റെ പ്രവർത്തന ഫലമായി ചൊവ്വര പ്രദേശത്ത് ഒരു വിശ്വാസ സമൂഹം രൂപപ്പെടുകയും കാലക്രമേണ ആ കൂട്ടായ്മ ഒരു ഇടവക സമൂഹമായി വളരുകയും ചെയ്തു. രാജവാഴ്ച നിലനിന്നിരുന്ന അക്കാലത്ത് മഹാമനസ്കരായ നാട്ടുരാജാക്കന്മാരുടെയും സാമാന്യ ജനസമൂഹത്തിന്റെയും സഹായ സഹകരണങ്ങളോടെ സ്ഥാപിതമായ ഒരു ഓലപ്പുരയിലാണ് AD 1025-ാം ആണ്ടിൽ ചൊവ്വര ഇടവക സമൂഹം പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചത്. പ്രത്യാശയുടെ തീർത്ഥാടക സമൂഹത്തിന്റെ പ്രയാണങ്ങൾക്ക് പ്രാരംഭം കുറിക്കപ്പെടുകയായിരുന്നു. പിന്നിട്ടത് എത്രയോ വർഷങ്ങൾ, ചരിത്ര നിമിഷങ്ങൾ, കുതിപ്പുകൾ, കിതപ്പുകൾ. കാലചക്രത്തിന്റെ ഗതിവേഗത്തിൽ ചരിത്ര സാക്ഷിയായി പെരിയാർ ഒഴുകിക്കൊണ്ടേയിരുന്നു. വിശ്വാസവും ഐക്യവും കഠിനാധ്വാനവും കൈമുതലാക്കി അടങ്ങാത്ത ഇച്ഛാശക്തിയുടെ ഉറച്ച കാൽവെപ്പുകളുമായി മുന്നേറിയ എളിയ ഇടവക സമൂഹത്തിന് വിജയം വിദൂരമായിരുന്നില്ല. ഒരു പുതിയ ദേവാലയം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു. അവർ പെറുക്കിവെച്ച ഓരോ കല്ലും ത്യാഗത്തിന്റെ പ്രതീകമായിരുന്നു. അവർ തീർത്ത ഓരോ ചുമരുകളും പ്രാർത്ഥനയുടെയും. ഒരു ദേവാലയം മാത്രമല്ല അവർ പണിതുയർത്തിയത്, പ്രത്യാശയുടെ അടിസ്ഥാന ശിലയാണ് പടുത്തുയർത്തപ്പെട്ടത്. വിശ്വാസയാത്ര അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ആർച്ച് ബിഷപ്പ് മാർ മിനേസിസ് പിതാവ് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചൊവ്വരയിൽ ജലമാർഗം എത്തുകയും ദേവാലയത്തിലെ വിശുദ്ധവാര ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചുകൊണ്ട് കാൽകഴുകൽ ശുശ്രൂഷ നടത്തുകയും ചെയ്തു. നസ്രാണി സമൂഹത്തിലെ പ്രഥമ കാൽകഴുകൽ ശുശ്രൂഷയായി ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ചാവറ കുര്യാക്കോസ് എലിയാസച്ചൻ ചൊവ്വര പള്ളി സന്ദർശിക്കുകയും ഇടവക സമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ പിന്നീട് ജീർണാവസ്ഥയിലെത്തിയ ദേവാലയം 1980-കളിൽ നവീകരണ പ്രവർത്തനങ്ങളിലൂടെ ശക്തിപ്പെടുത്തുകയുണ്ടായി. 3 ദശാബ്ദങ്ങൾക്ക് ശേഷം 2012-ൽ പ്രാർത്ഥനാ നിർഭരമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അതിമനോഹരമായ ഇന്ന് കാണുന്ന പുതിയ ദേവാലയത്തിന്റെ സാക്ഷാത്കാരം സാധ്യമായി. പുരാതന റോമൻ വാസ്തുവിദ്യയും വിവിധ മതസംസ്കാരങ്ങളുടെ വാസ്തുശില്പരീതികളും കോർത്തിണക്കിക്കൊണ്ട് പൂർവികർ ഒരുക്കിയ ശില്പചാതുരി ഒട്ടും തന്നെ ചോർന്നു പോകാതെ അവയെ തനത് ശൈലിയിൽ പുനരാവിഷ്കരിച്ചുകൊണ്ട് കാലഘട്ടത്തിനനുസൃതമായി സൗകര്യ സംവിധാനങ്ങളുടെ പണിതീർത്ത ചൊവ്വര സെന്റ് മേരീസ് ദേവാലയം ഇന്ന് ദൈവകൃപയുടെ 1000 വർഷങ്ങൾ പിന്നിട്ട് സഹസ്രാബ്ദ ജൂബിലിയുടെ നിറവിൽ ഒരു ദേശത്തിന്റെ ആകെ അഭിമാനമായി, അഭയവുമായി, മതസൗഹാർദ്ദത്തിന്റെ തിലകക്കുറയായി പെരിയാറിന്റെ സ്നേഹതീരത്ത് ഉന്നത ശിരസ്കയായി നിലകൊള്ളുന്നു.